ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് അസിസ്റ്റൻറ്റിൻ്റെ കഴിഞ്ഞ പരീക്ഷയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്ത് കട്ട് ഓഫിലൂടെ ഒന്ന് പോകാം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്? പ്രീവിയസ് ഇയർ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ, ലാസ്റ്റ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 11/12/2019 ലാസ്റ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് 11/12/2019 നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2 ഘട്ടങ്ങളായിരുന്നു പ്രിലിംസിൻ്റെ എക്സാം വന്നത്. ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഒക്ടോബർ 30, 2021 ഒക്ടോബർ 30-നും, അതുപോലെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 2021 നവംബർ 13-നുമായിട്ടായിരുന്നു 2 ഘട്ടങ്ങളായിട്ട് പ്രിലിംസിൻ്റെ എക്സാം ഉണ്ടായിരുന്നത്. അതിൻ്റെ കട്ട് ഓഫ് വന്നത് 54.3 ആയിരുന്നു. അതായത് ഈ കഴിഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 54.3 ആണ്. അങ്ങനെ അതിൻ്റെ മെയിൻസിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത്, അതായത് മെയിൻസിൻ്റെ എക്സാം നടന്നിരിക്കുന്നത് 21/12/2022 മെയിൻസിൻ്റെ എക്സാം നടന്നത്. അതിൻ്റെ കട്ട് ഓഫ് വന്നത് 33 മാർക്കാണ്. മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 33 മാർക്കാണ്. അതിനുശേഷം ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ റാങ്ക് ലിസ്റ്റ് ആക്റ്റീവ് ആയിരിക്കുന്നത് ജൂൺ 3-ാം തീയതി, 2023 ജൂൺ 3-ാം തീയതിയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയത്. അതിൻ്റെ കാലാവധി ഈ വരുന്ന 2026 ജൂൺ 3-ഓടുകൂടി അവസാനിക്കും. അപ്പം നിങ്ങളിത് നോക്കിക്കോളൂ. കാരണം ഇനി വരുന്ന നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റിൻ്റെ സിലബസിലൂടെ ഒന്ന് കണ്ണോടിച്ച് പോകാം. കാരണം എന്താണ്, റീജിയണൽ ലാംഗ്വേജായ മലയാളത്തിന് 10 മാർക്കുണ്ട്. അതുപോലെ ജനറൽ ഇംഗ്ലീഷിനോ 20 മാർക്ക്, മാത്സും മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിന് 20 മാർക്കുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊരു പ്രീവിയസ് ഇയർ 10 സെറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 50 മാർക്ക് ഇവിടെ നേടാൻ കഴിയും. പിന്നീടോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പിന്നെ എന്താണ്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, അത് 10 മാർക്കാണ്. അത് വൈഡായൊരു ടോപ്പിക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, കറണ്ട് അഫെയർസ് റിലേറ്റ് ചെയ്തിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 7 മാർക്കൊക്കെ അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ എന്താണ്, നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് തന്നെ നോക്കണം. 5 മാർക്കേ ഉള്ളൂ എങ്കിലും നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ അത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിലിംസിന് പ്രീവിയസ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 54.3 കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും 10, 60, 65 മാർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് സോൾവ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിംസ് നന്നായിട്ട് തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, മെയിൻസ് നന്നായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പഠിക്കാം. മെയിൻസിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നോക്കിയാൽ മതി, കണ്ടോ, ഇതിൽ എങ്ങനെയാണ് പറയുന്നത്, മലയാളത്തിന് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്ക്, സിമ്പിൾ അരിത്തമാറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിന് 10 മാർക്ക്, അതുപോലെ കറണ്ട് അഫെയർസ് 15 മാർക്ക്. നേരത്തെ നമുക്ക് മാത്സിനും അതുപോലെ മലയാളത്തിനും ഇംഗ്ലീഷിനൊക്കെ എങ്ങനെയാണ് വരുന്നത്, മലയാളത്തിന് 10ഉം ഇംഗ്ലീഷിനും മാത്സിനും 20 മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് 50 മാർക്ക് കിട്ടും. പക്ഷേ മെയിൻസിൽ വരുമ്പോൾ എന്തായി, മലയാളത്തിനും 10, ഇംഗ്ലീഷിനും 10, മാത്സിന് 10. അവിടെ എന്ത് ചെയ്തു, കറണ്ട് അഫെയർസിന് 15 മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെയോ അതുകൂടാതെ ഹിസ്റ്ററിക്ക് 5, ജോഗ്രഫിക്ക് 5, എക്കണോമിക്സിന് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5, അതുപോലെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷന് 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിന് 6 മാർക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ഇതിനൊക്കെ എന്ത് ചെയ്തു, ഫിസിക്സിനും കെമിസ്ട്രിക്കും 3 വീതം മാർക്കും, അതുപോലെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സിന് 5 മാർക്കും, പിന്നീടോ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന് 3 മാർക്കും, ഇമ്പോർട്ടൻറ്റ് ആക്ട്സിന് 5 മാർക്കും. അങ്ങനെയാണ് മാർക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള നിങ്ങൾ നേടിയിരിക്കുന്ന ഓരോ മാർക്കും എന്ത് ചെയ്യാണ്, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിലിംസിന് ഫോക്കസ് ചെയ്യുമ്പോൾ മെയിൻസിന് കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു SBCID എന്ന് പറയുന്ന പോസ്റ്റിൽ നിങ്ങൾ അസിസ്റ്റൻറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇതിന് നിങ്ങളുടെ കൂടെ ആരുണ്ട്, മിൻറ്റ് എഡ്യൂടെക് നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മിൻറ്റ് എഡ്യൂടെക്കിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു QR കോഡ് യൂസ് ചെയ്യാം. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.